മോനെ ഈ എവിടെ എത്തി? സുരേഷ് ചേട്ടാ, നേരെ ഒരു കോൺക്രീറ്റിന്റെ റോഡും ഉണ്ട്, പിന്നെ എന്റെ വലതുവശത്ത് ഒരു ഇടവഴിയും ഉണ്ട്. ആ ഇടവഴിക്ക് നേരെ പോന്നാൽ ആ ഓടിട്ട വീട്. ശരി ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോനെ ഒരിടെ എത്തിയോ? ഓലിപ്പം വരൂ. ചേട്ടാ, അലുമിനിയം കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു സുരേഷ് ചേട്ടന്റെ വീട് ഇവിടെ ഇടവഴിന്റെ ലാസ്റ്റ് ഒരു ഓടിട്ട വീടാന്ന് പറഞ്ഞു. സുരേഷ് ചേട്ടനോ? അന്ന് സ്കൂട്ടർ അടിച്ചില്ലേ, അലുമിനിയം കമ്പനിയിൽ ജോലിയാണ്. അതെടാ, ഈ റോഡിനാണ് വിട്ട പത്തി കാണുന്ന പോരാ സുരേഷന്റെ. സുരേഷ് ചേട്ടാ, അതിലാണ്ട് പോയാ ആണല്ലേ? എന്താ കാര്യം? കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടിട്ട് എന്റെ വാപ്പ പറഞ്ഞു വിട്ടതാ. അയാൾക്ക് എന്തിനാ പൈസ? ആവശ്യത്തിലധികം നാട്ടുകാർ പിരിച്ചു കൊടുത്താണ്. അത് മുഴുവന് കമ്പനി അടിച്ചിക്കാണ്ട് വെള്ളം അടിച്ച് തീർന്നു സലീമേ. അല്ല, നിങ്ങളിപ്പോ അയാൾക്ക് പൈസ ആയിട്ട് പോവാ? ആ അറ്റത്ത് കാണുന്ന ഓടിട്ട വീട് തന്നെയല്ലേ? വീട് അത് തന്നെയാണ് കാണുന്നത്. ശരി. സുരേഷ് ചേട്ടനല്ലേ? ഇരിക്കി. ഞാനേ ഉപ്പ പറഞ്ഞിട്ട് പൈസ തരാൻ വേണ്ടിട്ട് പിന്നെ ഇത് വെച്ചോളി. നിങ്ങളെ അസുഖത്തിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞില്ല. നമ്മളെ കമ്പനിയിൽ ജോലിയാണ് ഫിലിപ്പേട്ടൻ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ? തീരെ പുറത്തിറങ്ങില്ല. അത് സാരില്ല. നിനക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും അതിന്റെ പുറത്ത് ഞാൻ നമ്പർ എഴുതിയിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും കയറിയിരുന്നില്ല. ഓക്കെ, ചെറിയ പരിപാടികളാണ്. ആയിക്കോട്ടെ, കുറച്ച് തിരക്കുണ്ട്. ശരി കേട്ടോ. ആ ചെക്കനത് പൈസ കൊടുത്തോ? പൈസ കൊടുത്ത്. മോനെ, എന്റെ പേരെന്താ? മുഹമ്മദ് മുനവ്വിർ അലി. അല്ലടോ, നമ്മളെ കൗമുപ്പെട്ടതിന് കൊടുത്താ പോരെ? അന്യ ജാതി കൊണ്ട് കൊടുക്കണം പൈസ ഒക്കെ. അപ്പൊ നിങ്ങളെ പ്രശ്നം എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലതാ. ഈ ജാതിയും അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതാ, പടച്ചോണ്ടാക്കിയതല്ല. പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുമ്പോഴേ നമുക്ക് മനുഷ്യന്മാർക്ക് പറ്റുന്നത് സഹായിക്കുക, അല്ലാതെ അതിൽ പിത്തനുണ്ടാക്കി മുടക്കാനല്ല നിൽക്കേണ്ടത്. സുരേഷ് ചേട്ടന്റെ ഈ ഒരു സാഹചര്യത്തിലെ അയാളുടെ പൂർവ്വകാല ചരിത്രം കുത്തിപ്പൊക്കി അയാളെ ദ്രോഹിക്കല്ല വേണ്ടത്. നാട്ടുകാരായ നിങ്ങളെ എന്താണോ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം അത് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ മനുഷ്യന്മാരുടെ കാര്യത്തിലെ ആർക്ക് എപ്പം എന്ത് അസുഖം വരും, എന്ത് അപകടം വരും എന്നുള്ളത് ഒരാൾക്കും പറയാൻ പറ്റും. മനുഷ്യന്മാരുടെ ഇടയിൽ വേണ്ടത് ജാതിയും മതവും അല്ല, കരുണയുള്ള മനുഷ്യന്മാരായി ജീവിക്കാൻ പഠിക്കണം.